ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം വരെ പോവുകയാണ്. ഇന്ന് ഞങ്ങളുടെ അപ്പനും അമ്മയും ഒരു മാസത്തിന് ശേഷം ഓസ്ട്രേലിയയിൽ നിന്നും തിരിച്ചെത്തുകയാണ്. രാത്രി 11:30-ക്കാണ് അവരുടെ ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു സൺഡേ ആയിട്ട് നമ്മളൊരു അടിപൊളി യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. ഞങ്ങളുടെ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ യാത്ര അടിപൊളിയാക്കുവാനായിട്ട് സ്വിച്ച് ഇട്ട പോലെ മഴയും പെയ്തു. 10 മിനിറ്റിന് ശേഷം മഴ അപ്രത്യക്ഷമായി. നേരത്തെ ജില്ല തിരിച്ച് പെയ്തുകൊണ്ടിരുന്ന മഴ ഇപ്പോൾ പഞ്ചായത്ത് തിരിച്ചാണ് പെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ വർഷത്തെ വെയിലാണ് വെയിൽ. വേനൽ ഈ പ്രാവശ്യം നേരത്തെ തുടങ്ങിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ കുറെ കാലത്തിന് ശേഷമാണ് ഇന്ന് നല്ലൊരു മഴ കണ്ടത്. മഴ നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വിസിബിലിറ്റിക്ക് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. റോഡിലുള്ളതൊക്കെ കാണുവാനായിട്ട് കുറച്ച് പ്രയാസമായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ കൊട്ടാരക്കരയിലെത്തിയപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. മഴയൊക്കെ മാറി. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിരിക്കൊന്നും വേണ്ട. ഇപ്പം നല്ല നാടൻ തട്ടുകട നോക്കി തന്നെ നമ്മൾ വണ്ടി നിർത്തി. നല്ല ചൂടുള്ള കാപ്പിയും ചായയും പലഹാരങ്ങളും ഒക്കെ വന്നു. നമ്മുടെ ഈവനിങ് വൈബ് നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. തിരുവനന്തപുരത്തിന് പോകാനായിട്ട് 2 വഴിയുണ്ട്. ഇവിടുന്ന് ഇടത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം ചെല്ലും. എയർപോർട്ട് റോഡ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് തന്നെ പോകണം. എയർപോർട്ട് റോഡിൽ തന്നെയാണ് നമ്മുടെ ലുലു മോളും ഉള്ളത്. അങ്ങനെ നമ്മൾ കാട്ടായിക്കോണം എന്ന സ്ഥലത്തെത്തിയപ്പോൾ നല്ല ഉത്സവ പ്രതീതി. ഇവിടുത്തെ ദേവീ ക്ഷേത്രത്തിലെ മഹോത്സവമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് വൈകിട്ട് വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന ലൈറ്റുകളൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റും. തിരിച്ചു വരുമ്പോൾ നമുക്കതൊക്കെ കാണാം. ഫൈനലി നമ്മൾ അങ്ങനെ തിരുവനന്തപുരം നഗരവീതിയിലോട്ട് കടന്നിരിക്കുകയാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിനേക്കാളും തിരുവനന്തപുരം എയർപോർട്ടാണ് നമ്മൾ അടൂരുകാർ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്. നമുക്ക് ഏറ്റവും അടുത്തുള്ളത് തിരുവനന്തപുരം എയർപോർട്ടാണ്. നമ്മൾ സ്ഥിരം വരുന്നത് ഇവിടെയാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈ ഓവർ കയറി ഇറങ്ങാനായിട്ട് പോവുകയാണ്. നമ്മൾ ഫ്ലൈ ഓവർ കയറുമ്പോൾ നമ്മൾ എപ്പോൾ തിരുവനന്തപുരത്ത് വന്നാലും ഈ ഒരു ഫ്ലൈ ഓവർ കയറുമ്പോൾ നമുക്ക് വേറൊരു വൈബാണ്. നമ്മളെ തിരുവനന്തപുരം വെൽക്കം ചെയ്യുന്ന ഒരു അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് കയറി ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ലുലുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മളിനി ലുലുവിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അതിന് നമുക്ക് ഈ മെയിൻ റോഡിൽ നിന്നും NH66 നിന്നും സർവീസ് റോഡ് കയറേണ്ടതായിട്ടുണ്ട്. സർവീസ് റോഡ് നമ്മളങ്ങനെ കയറിയിരിക്കുകയാണ്. ഈ സർവീസ് റോഡ് കയറി എതിർഭാഗത്ത് നമ്മൾ ചുറ്റി അങ്ങനെ നമ്മൾ ലുലു മോളിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ മാത്രമേ നമുക്ക് മെയിൻ റോഡിൽ നിന്നും ലുലു മോളിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ നമ്മൾ എൻട്രൻസ് ഗേറ്റിന്റെ അവിടെ നിന്ന് അകത്തേക്ക് കയറി. ഇവിടെ ഒരു വലിയ പ്രോഗ്രാം നടക്കുകയാണ്. ഫേമസ് റാപ്പറായിട്ടുള്ള ഫെജോയുടെ സ്റ്റേജ് പ്രോഗ്രാമാണ്. പ്രീ ബുക്കിംഗ് ആയിരുന്നു. അപ്പം അത് കാണാനായിട്ട് ചെറുപ്പക്കാരെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ പാർക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ താഴെ പാർക്കിംഗ് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. അറിയാമല്ലോ, താഴെ കിട്ടുകയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മുകളിലോട്ട് പോകണം. അപ്പം നമ്മുടെ മുമ്പിലും പുറകിലുമുള്ള വണ്ടികളെല്ലാം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്, മുകളിലോട്ട് പോവുകയാണ്. പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടികൾ താഴോട്ടും വരികയാണ്. ആഹാ, ഇത് നല്ല കാഴ്ച. വണ്ടി ഓടിക്കാൻ അറിയാത്തവനാണെങ്കിൽ പെട്ടത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതുപോലെ മുകളിൽ വന്ന് പാർക്ക് ചെയ്തത്. അങ്ങനെ നമുക്ക് 3rd ഫ്ലോറിലൊരു സ്പേസ് കിട്ടി. അവിടെ നമ്മൾ പാർക്ക് ചെയ്ത് വണ്ടി. അതിനുശേഷം നമ്മൾ ലുലുവിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഇവിടുന്ന് തന്നെ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അകത്തോട്ട് കയറുകയാണ്. ഹൈപ്പർ മാർക്കറ്റ് ലക്ഷ്യമാക്കി ഞങ്ങൾ മുമ്പോട്ട് നടന്നു. ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുൻപിലുള്ള തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇതിന് മാത്രം ആളുകളോ? എന്താളുകളാണെന്ന് നോക്കിയേ. അയ്യോ, അതുപോലെ തന്നെ അതാണ്ട് ഓരോ കൗണ്ടറിലും ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പോൾ നമ്മൾ ബാഗൊക്കെ നമ്മൾ ലോക്ക് ചെയ്യിപ്പിക്കണം. ഹൈപ്പർ മാർക്കറ്റിനകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ അകത്തേക്ക് പ്രവേശിക്കുള്ളൂ, നമ്മുടെ കയ്യിൽ ബാഗ് ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ അകത്തോട്ട് പ്രവേശിച്ചു. ലുലുവിൽ ഷോപ്പിങ്ങിന് വരിക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഹാപ്പിനെസ് ആണ്. നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം പറഞ്ഞാൽ ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരു തവണയെങ്കിലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതിന് മാത്രം നമുക്ക് ഓപ്ഷനുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് നോക്കി ചൂസ് ചെയ്ത് നമ്മുടെ മനസ്സ് നിറഞ്ഞ് നമുക്ക് വെളിയിൽ ഇറങ്ങാനായിട്ട് പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന സാധനങ്ങൾ ലഭിക്കണമെന്നില്ല. അപ്പം നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിലും നമ്മുടെ കടകളിലൊക്കെ വെറൈറ്റി സാധനങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കടകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ അവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യണം. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള വലിയ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വന്ന് നമ്മുടെ മനസ്സിനിണങ്ങുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നോക്കി ചൂസ് ചെയ്ത് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്.
അതൊരു നമുക്കൊരു എന്താണ് പറയുന്നത്, നമുക്കൊരു ഔട്ടിങ്ങും ആകും. നല്ലൊരു സന്തോഷമായിരിക്കും എല്ലാവർക്കും. ഫാമിലി ആയിട്ടൊക്കെ പോകണം, എല്ലാവരും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പോകണം. പൈസയൊക്കെ ഇച്ചിരി പോയെന്നിരിക്കും, പൈസയൊക്കെ പോട്ടെ, ഇച്ചിരി പൈസയൊക്കെ പോയാലും നമുക്ക് എന്ത് ചെയ്യും, പൈസ പോട്ടെ പവർ വരട്ടെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനും കേൾക്കാനും. സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് കണ്ട് മേടിച്ച് നമുക്ക് ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ മേടിച്ച് നമ്മുടെ മനസ്സ് നിറയ്ക്കാനും നമ്മുടെ ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങളും വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ വരിക, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ അടുത്ത പ്രോഗ്രാം സിനിമ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി, ചാക്കോച്ചൻ്റെ പടമാണ്. അങ്ങനെ അത് കാണാനായിട്ട് നമ്മൾ PVR വന്നു. PVR 4th ഫ്ലോറിലാണ്, അവിടെ വന്നു. നമ്മൾ ലക്സിലാണ് ഇന്ന് സിനിമ കാണാനായിട്ട് പോകുന്നത്. ഷോ തുടങ്ങാറാവുന്നതേ ഉള്ളൂ, അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ തിയേറ്റർ ഓപ്പണായി, ഞങ്ങളുടെ സീറ്റിൽ വന്നിരുന്നു. PVR ലക്സ് ഞങ്ങൾ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അടിപൊളിയാണ്, നല്ല ഒരു ആംബിയൻസ് നമുക്ക് ഇവിടെ. ഓഫ് കോഴ്സ് PVR എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ലക്സിൽ നമ്മൾ ആദ്യമായിട്ടാണ്. ഞങ്ങളുടെ റിക്ലൈനർ സീറ്റ്സ്, അതിൻ്റെ കൺട്രോളിങ് സ്വിച്ചസ് ഒക്കെ ഞങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം വർക്കിംഗ് ആണ്, ഓക്കെ ആണ്. എല്ലാം ഒന്ന് നോക്കണമല്ലോ, അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കി. നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ സിനിമ കണ്ടു. നല്ല അടിപൊളി സിനിമയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് കണ്ടത്. 2 ദിവസം കഴിഞ്ഞ് ഇത് OTT വരുമെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കണ്ടു. 1 മാസത്തിന് ശേഷം അതാ കടന്നു വരികയാണ് സുഹൃത്തുക്കളെ, അപ്പനും അമ്മയും ഓസ്ട്രേലിയയിൽ. അങ്ങനെ സിനിമയ്ക്ക് ശേഷം ഒട്ടും സമയം കളയാൻ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അവരവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അവരെ പോയി പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടുന്ന് അടുത്താണ്, ജസ്റ്റ് 2 കിലോമീറ്റർ അപ്പുറമാണ് എയർപോർട്ട്. അപ്പം നമ്മൾ അവിടോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അവരുടെ അപ്പനും അപ്പയും വന്നിട്ടുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് പോയി, ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവരെയും കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വന്നിറങ്ങിയ വിശേഷങ്ങളൊക്കെ അവരോട് നമ്മൾ സംസാരിച്ചു. കുറേ നേരമൊക്കെ നമ്മളിരുന്ന് സംസാരിച്ചു. അപ്പോൾ നമ്മൾ മഹോത്സവത്തിന്റെ ലൈറ്റ് കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലേ, അപ്പോൾ ആ ഒരു ഇലുമിനേഷൻ നിങ്ങൾ കണ്ട് ആസ്വദിച്ചോളൂ. ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്.